ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങൾക്ക് ഇന്നൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ? ഓവനും ബീറ്ററും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്ന ഈസി ബ്രൗണി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നല്ല ഫഡ്ജി ആയിട്ടുള്ള ക്രിങ്കിൾ ടോപ്പൊക്കെ വന്നിട്ടുള്ള നല്ല പെർഫെക്റ്റ് ബ്രൗണി. അപ്പം അതിനായിട്ട് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്ത് അതിൻ്റെ മേലെ ബൗൾ വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ചെയ്തത്. ഇതുപോലെ അങ്ങനെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട, 1.5 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് പഞ്ചസാര, ഇത് മൂന്നും നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായി മെൽട്ടായി വരണമെന്നേ ഉള്ളൂ, ഓവർ ഫ്ലഫി ആവണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ ബ്രൗണി ഉണ്ടാക്കാമെന്ന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിന്ന് ഈ ബ്രൗണി സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. കാരണം ഓവൺ ഇല്ലാത്തവർക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് മുന്നേ ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ബ്രൗണി വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് മതിയാവും. പ്രീ ഹീറ്റ് ചെയ്ത ഓവൺ ആയിരിക്കണം. അങ്ങനെ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ചോക്ലേറ്റിൻ്റെ ചൂടൊക്കെ ആറി കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഇനി ഈ ചോക്ലേറ്റും എഗ്ഗും മിക്സ് ചെയ്തിട്ടുള്ള ബാറ്ററിലേക്ക് ഞങ്ങൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒരു അരിപ്പയിൽ സീവ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുമിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് സീവ് ചെയ്തെടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറൊക്കെ നല്ല ഗ്ലൈസിങ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ 1 kg വരുന്ന 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഞങ്ങൾ ബാറ്റർ ഇതാ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. എൻ്റെ ബ്രൗണീൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണി നമുക്ക് ഇതിനോട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ബേക്ക് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ഇത് ക്രിങ്കിൾ ടോപ്പുള്ള നല്ല ഫഡ്ജി ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയത്. എന്തായാലും ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു റെസിപ്പി ആയത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ടെക്സ്ചർ. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.